ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അങ്ങനെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു ഭീഷണിയും കൂടെ മുഴക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പറയുന്നത് ഇസ്ലാമാബാദിൽ നടന്ന യാദ്ഗർ ഇ ഫത്താഹ് എന്നാണ് ഈ പരിപാടിയുടെ പേര്. ഈ പരിപാടിയിൽ സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ച് ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്ക് നേരിട്ടാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഓരോ തുള്ളി വെള്ളവും അതിന്റെ ചുവപ്പ് രേഖയാണെന്നും ഇന്ത്യ നിലപാടിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പാകിസ്ഥാൻ നേരിട്ട് പ്രതികരിക്കും എന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു യോഗത്തിൽ ഒരു പാകിസ്ഥാൻ മന്ത്രി തന്നെ അവിടെ പോയിട്ട് ഇന്ത്യയെ നശിപ്പിക്കണം, ഹിന്ദുക്കൾ കാഫിറുകളാണ്, അതുകൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കണമെന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോ ഇന്ന് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം. ഇപ്പൊ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെള്ളം തന്നില്ലെങ്കിൽ വലിയ രീതിയിൽ ഞങ്ങൾ യുദ്ധത്തിന് വരും. ഇനി നാളെ നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുന്നു. ഇനി നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിലും ഇതുപോലുള്ള ചില കലാപരിപാടികൾ അരങ്ങേറാറുണ്ട്. അത് ഞാൻ എപ്പോഴും ബിജുചേട്ടനോട് ചോദിക്കണമെന്ന് വിചാരിക്കും കേട്ടോ. നമ്മളെല്ലാ സ്വാതന്ത്ര്യദിനത്തിലും എപ്പോഴും ഞാൻ കാണുന്ന ഒരു സംഭവമാണ്, മാധ്യമങ്ങൾ ഈ കവർ ചെയ്യുന്നത് കൂടുതലും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഈ സ്പീച്ചസും കാര്യങ്ങളും ഒക്കെ പോയി കവർ ചെയ്യും. അവര് പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. നമ്മുടെ രാജ്യം ഇത്ര സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്, വലിയ മൈതാനത്തൊക്കെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അതിനുശേഷം ഈ പാകിസ്ഥാന് വെള്ളം എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്ന് നാളെ നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആൾക്കാർ പറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതാണ് അവർ കൂടുതലായിട്ട് കവർ ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് വിചേട്ടാ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ബംഗ്ലാദേശിൽ 16 മണിക്കൂർ കറണ്ട് കട്ടാണ്. 16 മണിക്കൂർ കറണ്ട് കട്ടാണെന്നുള്ളത് മാത്രമല്ല, വൈകുന്നേരം 8 മണിക്കുള്ളിൽ അവിടെ മാളുകൾ അടയ്ക്കണം, അവിടെ തട്ടുകടകൾ പാടില്ല, പോരാത്തതിന് അവിടെ ഹോർഡിങ്സ് എല്ലാം അണച്ചിടണം. കറണ്ട് ഇല്ല ബംഗ്ലാദേശ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 65% അവരുടെ എണ്ണ ഇറക്കുമതി ഹോർമൂസ് അടച്ചതോടുകൂടി കുറഞ്ഞതാണ്. അപ്പൊ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് ബംഗ്ലാദേശിൽ. നമ്മുടെ അദാനി പവർ പ്ലാന്റും ഇങ്ങോട്ട് പൈസ തരാനുള്ളതുകൊണ്ട് നമ്മളും ഇപ്പൊ അവർക്ക് കറണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വാർത്ത നമ്മൾ കാണുമ്പോൾ പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം പെട്രോൾ പമ്പുകളിൽ ഉണ്ടാകുന്നു. ഇവിടെ പെട്രോൾ ഇല്ലാത്തത് കൊണ്ട് കറണ്ട് ഇല്ല. നമ്മുടെ രാജ്യം ഒന്നും അറിയുന്നില്ല. നമ്മുടെ രാജ്യം വളരെ സുഖമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യം ഇപ്പോൾ യുദ്ധത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ്. അടുത്ത് എന്ത് സമരം നടത്താമെന്നാണ് ഇവിടെയുള്ള കുറെ എണ്ണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള ചൊല്ലി സമരം ഇനി നമുക്ക് നടത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇനി മറ്റൊരു സമരം പ്ലാൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ പാകിസ്ഥാന്റെ യുദ്ധഭീഷണി ബംഗ്ലാദേശിന്റെ ഈ ഒരു തകർച്ച, ഇത് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ബംഗ്ലാദേശ് നമ്മളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട്. ഇത് എത്ര ബംഗ്ലാദേശിന്റെ ഇൻഡെക്സിൽ എന്താണ് സന്തോഷ സൂചികയിൽ എത്രയായിരുന്നു? നമ്മളെക്കാൾ ഭയങ്കര സന്തോഷം വല്ലാതെ കൂടിയിരിക്കുകയാണ് ആർക്കും. ഇപ്പോ ബംഗ്ലാദേശിന്റെ ധനുഷാന്റെ ഒബ്സർവേഷൻ കറക്റ്റ് ആണ്. ഈ അടുത്ത സമയങ്ങളിൽ ബംഗ്ലാദേശും ഇന്ത്യയായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ബംഗ്ലാദേശ് ഇപ്പൊ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇന്ത്യക്ക് അവരെ വിട്ടുകളയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലുള്ള ഒരു അതിർത്തി രാജ്യമാണ് ബംഗ്ലാദേശ്. അവരിപ്പോ ചൈനയുമായിട്ട് അടുക്കുന്ന വാർത്തകളൊക്കെ നമ്മളിപ്പോ സ്ഥിരം കാണാറുള്ള കേസാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശിന് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. അവരുടെ ശക്തിയല്ല നമ്മളെ സംബന്ധിച്ച്. കാരണം നമ്മുടെ ഏറ്റവും നിർണായകമായ ഒരു പോയിന്റിലാണ് അവർ അതിർത്തി നിൽക്കുന്നത്. നമ്മൾ അവരെ കൈവിടുകയോ ഇല്ലെങ്കിൽ നമ്മൾ അവരെ തള്ളിക്കളയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ചൈന വരും. കാരണം നമ്മളെ സംബന്ധിച്ച് സിലിഗുരി ഉണ്ട്. ഇപ്പൊ ആളുകൾ ഇപ്പൊ പറയും ബംഗ്ലാദേശിനെ അടിച്ചു ചുരുട്ടാം, അടിച്ചൊതുക്കാം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ തന്നെയും ഈ അയൽപക്കം നന്നായി കിടന്നാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മുടെ വീടും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അയൽവക്കക്കാരും നമ്മളോട് നല്ല സ്നേഹത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് പൂട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റും, നമുക്കൊന്ന് പറയാൻ പറ്റും, ഒന്ന് നോക്കിക്കോണേന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് രാജ്യങ്ങളുടെ കാര്യം. അവിടെ ഈ ബംഗ്ലാദേശ് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു വലിയ കുറെ നീക്കങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ചൈനയുമായിട്ട് അവർ ഈ അണക്കെട്ടുകൾ ചേർന്നുകൊണ്ട് നിർമ്മിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. കാരണം അത് നമുക്ക് വലിയ തലവേദനയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ പാകിസ്ഥാൻ നമുക്കൊരു വലിയ തലവേദനയായിട്ട് നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നേപ്പാൾ തടഞ്ഞു നിൽക്കുന്നു. ഇവിടെയൊക്കെ നമുക്ക് ഇവരെ ഒന്നും കൈവിടാനും കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം, കീറാമുട്ടിയായിട്ടൊരു പ്രശ്നം ഇപ്പൊ സോൾവ് ആയിരിക്കുന്നു. ഇന്ത്യയുമായിട്ട് അവർ ചർച്ച നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു ഷെയ്ഖ് ഹസീനയെ കൈമാറണം എന്നുള്ളത്. ഷെയ്ഖ് ഹസീന ഡിസംബറിൽ അവിടെ പോകുമെന്ന് ഒരു സ്വമേധയാ പറയുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനത്തെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ മാസത്തിൽ ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ, പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വാർത്ത തന്നെയാണ്. അപ്പം ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമ്മളുടെ രാജ്യമാണ് ഇവർക്ക് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു വലിയ സംഭവം നടന്നു. എത്ര പേര് അത് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കൽക്കരിയുടെ ഒരു വലിയ ഷോർട്ടേജ് നമ്മുടെ രാജ്യത്ത് വന്നു. ഈ കൽക്കരിയുടെ ഷോർട്ടേജ് വരുമ്പോൾ നമുക്കൊരു പക്ഷേ കൽക്കരി അല്ലേ അതെന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. പക്ഷെ കൽക്കരിയുടെ ഈ താപവൈദ്യുത നിലയങ്ങളാണ്
നമ്മുടെ രാജ്യത്തിന് വലിയ ഊർജ്ജം സംഭാവന ചെയ്യുന്നു, വൈദ്യുതി സംഭാവന ചെയ്യുന്നു. അപ്പൊ ഈ കോൾ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കോളിന്റെ ഷോർട്ടേജ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വലിയ വെള്ളപ്പൊക്കം വന്നിരുന്നു ഇവിടെ. അപ്പൊ ഈ ഖനികളിലെല്ലാം വെള്ളം കയറിയിട്ടാണ് നമുക്കിത് ഇല്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ്, അന്ന് ഷേഖ് ഹസീന ഭരിക്കുന്ന സമയം, ഒട്ടും അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം 9 ടണ്ണോ അതോ 90 ടണ്ണോ മറ്റോ കൽക്കരി അവർക്ക് കൊടുത്തിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ അവർക്കത് ഒരാഴ്ചത്തേക്കുള്ള കൽക്കരി മാത്രമേ ആകുന്നുള്ളൂ, അത് നൽകിയിരുന്നു. അന്ന് നമ്മൾ ഈ നരേന്ദ്രമോദിക്കെതിരെ സംഖ്യകൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർത്തി. എന്തിനാണ് അവന്മാർക്ക് കൊടുത്തതെന്നൊക്കെ ചോദിച്ചു. കാരണം അത് കൊടുക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. അവർ അത്രത്തോളം ഒരു പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മളത് നൽകുന്നത്. അവിടെ പൊളിറ്റിക്സ് അല്ല, പകരം ഡിപ്ലോമസിക്കാണ് വലിയ പ്രാധാന്യം നമ്മൾ നൽകേണ്ടത്. നയതന്ത്ര ബന്ധത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്, അല്ലാതെ രാഷ്ട്രീയത്തിനല്ല ആ സമയങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ വിഷയം ഏതാണ്ട് തീർന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകാനേ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയെ കൈവിട്ടുകൊണ്ട് പോവുക റിസ്ക് ആണ് അവർക്ക്. അവരിപ്പോൾ ചൈനയായിട്ട് കൂട്ടുകൂടിയാലും അമേരിക്കയായിട്ട് കൂട്ടുകൂടിയാലും ആരുമായി കൂട്ടുകൂടിയാലും ഇന്ത്യയെ കൈവിട്ട് കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട്, കാരണം ഒന്ന് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലം ഇന്ത്യയാണ്. കാരണം നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തുനിന്ന് പോകുന്ന ഒരു രാജ്യം ബംഗ്ലാദേശാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് നമ്മളുടെ രാജ്യവും ബംഗ്ലാദേശുമായി അകന്നു തുടങ്ങിയപ്പോഴാണ് ഈ ബംഗ്ലാദേശിന്റെ പരുത്തി തുണികളും മറ്റും കോട്ടൺ ഡ്രസ്സുകളും മറ്റുമൊക്കെ നമ്മൾ എടുക്കാത്ത ഒരു സാഹചര്യം വന്നത്. ഒപ്പം തന്നെ അവരുടെ ഈ കയറ്റുമതി കൂടുതലും ഇന്ത്യ വഴിയാണ് നടന്നുകൊണ്ടിരുന്നത്. മഹാരാഷ്ട്ര വഴിയും മറ്റുമൊക്കെയാണ് പോർട്ട് വഴി നടന്നുകൊണ്ടിരുന്നത്. നേപ്പാളും മ്യാൻമാറും അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് അവരുടെ ചരക്കുകൾ എത്തിച്ചിരുന്നത് നമ്മുടെ റോഡ് മാർഗം വഴിയായിരുന്നു. അതൊക്കെ നമ്മളങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞായിരുന്നു. ക്ലോസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവർ വലിയ ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ ചുറ്റിക്കൊണ്ടു പോകണം. വ്യാപാരി വ്യവസായികളൊക്കെ വലിയ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ ഗൾഫ് വാർ വരുന്നതും അവിടെ ഈ പെട്രോൾ ക്രൂഡ് ഓയിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളാണ് അവർക്ക് ഡീസലും മറ്റും കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന സാഹചര്യം. ഇപ്പോൾ അവർക്ക് ഒട്ടും നിക്കക്കല്ലില്ലാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിലേക്ക് വൈദ്യുതി നൽകേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം അദാനി പവർ ഗ്രിഡ്സ് ഒക്കെയാണ് ബംഗ്ലാദേശിന് വലിയ രീതിയിൽ വൈദ്യുതി നൽകിക്കൊണ്ടിരുന്നത്. അവർക്കും വലിയൊരു തുക ബംഗ്ലാദേശ് കൊടുക്കാൻ. ഇവിടെ നമ്മൾ വിചാരിക്കും അവർക്ക് കൊടുത്താൽ നമുക്ക് പൈസ കിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ പലപ്പോഴും കിട്ടാറില്ല. മരുന്ന് ഉൾപ്പെടെ നമ്മളാണ് നൽകുന്നവർക്ക്. നമ്മുടെ എത്രയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അവിടെ നിന്ന് ഫണ്ട് കിട്ടാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ മരുന്ന് പിന്നെ കൊടുക്കാതിരുന്ന ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അവർക്ക് അരി നമ്മൾ കൊടുത്തിരുന്നു, അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിനെ കുറച്ചുകൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ജിയോ പൊളിറ്റിക്സ് വളരെ പെട്ടെന്ന് മാറുകയാണ്. കാരണം പാകിസ്ഥാനും ഈ ബംഗ്ലാദേശിനെ കൈവച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് ഒരു അടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നൊരു അറ്റാക്ക് നടത്തുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷേ ഇപ്പോൾ അതിനെ തണുപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. പക്ഷേ പൊളിറ്റിക്കലി നമുക്ക് ബംഗ്ലാദേശിനെ എതിർക്കാം, ജമാഅത്ത് ഇസ്ലാമി എതിർക്കാം, അത് എതിർക്കുക തന്നെ വേണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷെ രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് വെട്ടിമുറിക്കാനും പാടില്ല. നമുക്കറിയാം ശ്രീലങ്ക നമ്മളിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ശ്രീലങ്ക ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഒരു രാജ്യമാണ്. നമ്മുടെ അപ്പുറത്തുള്ള മാൽദീവ്സ് എന്താണ് അവിടെ സംഭവിച്ചത്? ചൈന പെട്ടെന്ന് തന്നെ അവർക്ക് കൈകൊടുക്കാൻ തയ്യാറായില്ലേ? അപ്പോൾ അതിനെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ചുറ്റോട് ചുറ്റും കിടക്കുന്ന പലരും ശത്രുക്കളായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇപ്പോൾ അവരെല്ലാം ശ്രീലങ്ക, നേപ്പാള്, ബംഗ്ലാദേശ്, മ്യാൻമാർ, ഇതിനെല്ലാം നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പാണ് പ്രശ്നം. നമ്മളുമായിട്ടുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഫണ്ട് വരുന്നുണ്ടാകാം. അതെല്ലാം ഇപ്പോൾ ഇന്ത്യ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച കാലം മുതൽ, അതായത് 1947 മുതൽ തുടങ്ങിയിട്ടുള്ള ശത്രുതയാണ്. അതിന് ഇതുവരെ അറുതി വന്നിട്ടില്ല എന്നുള്ളത്. കാരണം അത് തീർക്കുന്നതിന് DAB വാജ്പേയിയുടെ നേതൃത്വത്തിൽ എന്തുമാത്രം ശ്രമങ്ങൾ നടത്തിയതാണ്. പക്ഷെ അവരത് ബില്ലിംഗ് അല്ല എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം. ഇപ്പൊ ഈ ബംഗ്ലാദേശിന്റെ വരുന്നു. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ വീണ്ടും പോർവിളി മുടക്കിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഈ വെള്ളം കിട്ടാത്തത് വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ അവിടെ വലിയ ഇതിലുള്ള ചൂടുകാലമാണ്. അവർക്ക് വൈദ്യുതി ഇല്ല. വൈദ്യുതിയൊക്കെ പാകിസ്ഥാനിൽ പവർ കട്ടൊക്കെ അവർക്ക് നിത്യ കാഴ്ചയാണ്. ഇവിടെ 16 മണിക്കൂറാണെങ്കിൽ അവിടെ അതിനേക്കാൾ കൂടുതൽ സമയങ്ങളാണ്. POK അടക്കം അവരുടെ സമരത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ പവർ കട്ടൊക്കെ കൊണ്ടാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, നമ്മുടെ ശത്രുവായിരുന്ന രാജ്യം നമ്മുടെ മിത്രമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. അതൊരു പക്ഷെ അവരുടെ ഗതികേട് കൊണ്ട് നമ്മളെ കണക്ട് ചെയ്യേണ്ടി വന്നതാണ്. മറ്റൊന്ന്, നമ്മൾ ആഗ്രഹിച്ചിരുന്നതും നല്ലൊരു ബന്ധമാണ് അവരുമായിട്ട്. കാരണം ഇനി നമുക്കൊരു വാറ് വന്നു കഴിഞ്ഞാലോ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ ബംഗ്ലാദേശിനെ ശത്രുപക്ഷത്ത് നിർത്താൻ നമുക്ക് കഴിയുകയുമില്ല. കാരണം അവിടെ ചൈന വരുന്നു എന്നുള്ളതാണ്. ഇത് ഞാനീ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല. പലരുടെയും ധാരണ നമ്മളുടെ അടുത്ത് അവന്മാർ അങ്ങനെ കാണിച്ചില്ല, ഇങ്ങനെ കാണിച്ചില്ല, നമുക്ക് അവരെ ഇടിക്കണ്ട എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെയും അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ജിയോ പൊളിറ്റിക്സ് വളരെ പെട്ടെന്ന് മാറുന്നു. ശത്രുക്കളായ രാജ്യങ്ങൾ ഇപ്പൊ ഈ ബംഗ്ലാദേശോട് നമ്മളോട് കൂടെ വളരെ സ്നേഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ചുറ്റോട് ചുറ്റുള്ള അയൽവക്കക്കാരിൽ ശത്രുക്കളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. നേപ്പാളിനും നമ്മളെ വിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
പക്ഷെ അവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ, അതായത് ഇടതുപക്ഷ സർക്കാരുകളും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒലേ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ജെൻസി നേതാവായാലും ഒക്കെ തന്നെ നമ്മളുമായിട്ട് അത്ര വലിയ സുഖകരമായ പോക്കല്ല. അതും പക്ഷെ ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഭൂമി നമുക്കെതിരെ ഉപയോഗിക്കാനായിട്ട് അവർ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ നല്ല ഒരു ബന്ധത്തിലാണ്. ആകെ ഇപ്പൊ നമുക്കുള്ള രണ്ട് ശത്രുക്കളൊന്ന് ചൈനയും ഒന്ന് പാകിസ്ഥാനുമാണ്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു പുതിയ ഈ പുതിയ സ്വാതന്ത്ര്യ ദിനത്തിൽ ഉള്ള ഒരു വലിയ സന്തോഷകരമായ വാർത്തയും ഇത് തന്നെയാണ്.